മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം 14 മുഖ്യമന്ത്രിമാർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ടെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. സതീശനെതിരെ 18 കേസുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ. കേരളത്തിലെ 57% MLA-മാർക്കെതിരെയും കേസുകളുണ്ടെന്നും സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉണ്ട്. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സാഹചര്യം അതെന്തായിരുന്നു? സുപ്രീം കോടതിയിൽ വളരെ കാലമായി നടന്നു വരുന്ന ഒരു കേസുണ്ട്. എംപിമാരും MLA-മാരുമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള MLA-മാരും MPമാരെ കാര്യത്തിൽ അവരെ അയോഗ്യരാക്കണമെന്ന രീതിയിലുള്ള ഡിക്കെ, അതായത് 12 വർഷത്തോളം ഏറെ ഉള്ള ഒരു കേസാണ്. ഇതിൽ അമിക്കസ് ക്യൂരിയായ വിജയ് ഹസാരിക സമർപ്പിച്ച സത്യവാങ്ങിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം ഉള്ള ഇന്ത്യയിലെ 28 മുഖ്യമന്ത്രിമാർ 14 പേർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ 17 MPമാർക്കെതിരെ ക്രിമിനൽ കേസുണ്ട്. അതുപോലെ MLA-മാരെ കാര്യം നേരത്തെ ഇപ്പോൾ ഇനിഷ അല്പസമയം മുമ്പ് പറഞ്ഞതാണ്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് MLA-മാരും MPമാരും ആയിരിക്കുന്നവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവർ, ഗുരുതരമായ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവർ, ഇവരെ തലസ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന ഒരു പൊതു താല്പര്യ ഹർജിയിന്മേലാണ് ഇത് സത്യവാങ്ങി എന്നുള്ളതാണ്. എന്നാൽ ഈ കേസുകളിൽ പലതും വി ഡി സതീശനടക്കമുള്ള കേസുകളിൽ പലതും അഴിമതി ആരോപണം, അതേപോലെ തന്നെ സമരം നടത്തിയത്, പോലീസിൻ്റെ ബാരിക്കേഡ് തകർത്തത് തുടങ്ങിയ കേസുകളാണ് അത്. എന്നാൽ ക്രിമിനൽ കേസിൻ്റെ കാര്യത്തിൽ സമരമായാലും ശരി, മറ്റു ക്രിമിനൽ ശരിയാലും വകുപ്പ് അനുസരിച്ചാണ്, BNS അനുസരിച്ചാണ് അതിനെ കണക്കാക്കുന്നത്. BNS പ്രകാരം 18 കേസുകളാണ് വി ഡി സതീശനെതിരെയുള്ളത്. ഏറ്റവും കൂടുതൽ കേസുള്ള ഒരു മുഖ്യമന്ത്രി എന്നാൽ കോൺഗ്രസിന് രേവന്ത് റെഡ്ഡിയാണ്. ആന്ധ്രയിൽ അദ്ദേഹത്തിന് 89 കേസുണ്ട്. തൊട്ടു പിന്നാലെ വരുന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിക്ക് സുവേന്ദു അധികാരിയാണ്. അദ്ദേഹത്തിനെതിരെ 29 കേസുകളുണ്ട്. വിജയിനെതിരെ 4 കേസുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെതിരെ 4 കേസുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയാണ് 3-ാം സ്ഥാനത്ത്, 4-ാം സ്ഥാനത്ത്. അദ്ദേഹത്തിന് 19 കേസുകൾ അദ്ദേഹത്തിനുമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിമാർക്കെതിരെയുള്ള കേസുകളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, MLA-മാർക്കും അതിൽ MPമാർക്കും എതിരെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സത്യവാങ്മൂലം അമിക്കസ് ക്യൂറി, സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സുപ്രീം കോടതി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ശരത് ലാൽ നൽകിയത്.